ഹലോ നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ ആദ്യമായിട്ട് വരികയാണെങ്കിൽ എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു പുലാവാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കോക്കനട്ട് റൈസ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ, പക്ഷേ കോക്കനട്ട് പുലാവ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന റെസിപ്പി കോക്കനട്ട് പുലാവാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുലാവ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബസ്മതി റൈസ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഞാനിവിടെ നീളത്തിലുള്ള അരിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചത്, ഗ്രീൻ പീസ്, നാരങ്ങ, അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചത്, തേങ്ങ ചിരകിയത്, സവാള അരിഞ്ഞു വെച്ചത്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, പിന്നെ ഇവിടെ പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ബട്ടർ ഉപയോഗിച്ചിട്ടാണ്. ബട്ടറും കുറച്ച് ഓയിൽ ആവശ്യം വരും. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുലാവ് ഉണ്ടാക്കി തുടങ്ങാം. ഒരു പ്രഷർ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ എണ്ണയും ബട്ടറും കൂടെ ആഡ് ചെയ്ത് അത് നല്ലോണം ചൂടായിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചേർക്കാം. എന്നിട്ട് അതിന് നല്ല മണം വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് ലൈറ്റായി കളർ മാറുന്നവരെ വഴറ്റിയെടുക്കാം. സവാള റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. നമുക്ക് അവസാനം ഇതിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. സവാള നന്നായിട്ട് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ക്യാരറ്റും ചേർക്കാം. ഇനി ഇതിലിട്ടിട്ടൊന്ന് 1 മിനിറ്റ് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് ഞാൻ നല്ലോണം വഴറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സ് ചേർക്കാം. കഴുകി വെച്ച അരി ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തിളയ്ക്കാൻ വെച്ച വെള്ളം ഇതിലേക്ക് ചേർക്കണം. അപ്പൊ ഞാൻ തിളച്ച വെള്ളം ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ച് കയ്യിൽ ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു വിസിൽ അടിക്കട്ടെ. ഒരു വിസിൽ അടിച്ചതിന് ശേഷം മുഴുവൻ പ്രഷർ റിലീസ് ആവുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ കുക്കർ തുറന്ന് റൈസിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന്
ഗാർണിഷ് ചെയ്യാം. കുറച്ച് മല്ലിയില, പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ തേങ്ങ. നാരങ്ങ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് ഇതിനൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോക്കനട്ട് പുലാവ് റെഡി ആയിട്ട് ഇത് റൈത്തയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.